കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ഫെമ ചട്ടലംഘനം കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രി, മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി ഉദ്യോഗസ്ഥൻ എന്നിവയ്ക്ക് നോട്ടീസ് അയച്ചത്. ഇഡിയുടെ നോട്ടീസ് BJPക്കും UDFനും വേണ്ടിയുള്ള പാദസേവയാണെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. കേസിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായെന്നും മുഖ്യമന്ത്രി അടക്കം നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നും ED അറിയിച്ചു. കിഫ്ബി മസാല ബോർഡിലാണ് ഫെമ ചട്ടലംഘനം എന്ന കണ്ടെത്തലിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ച സാഹചര്യത്തിലൊക്കെ തിരിച്ച് തോമസ് ഐസക് കാര്യം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഒന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നോട്ടീസ് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, എങ്ങനെയായിരിക്കും ഇതിന്റെ നടപടികൾ? ഇവർ ഹാജരാകാനുള്ളൊരു സാധ്യത നേരത്തെ നമുക്കറിയാം, നേരത്തെ ഹാജരായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പും ഉണ്ടായിട്ടില്ല എന്ന് തോമസ് ഐസക് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത് ഏത് തരത്തിൽ എപ്പോഴായിരിക്കും പരിഗണിക്കപ്പെടുക? നേരത്തെ തോമസ് ഐസക്കിന് 2 തവണ ഈ കേസുമായി തന്നെ ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നതാണ്. പക്ഷെ അന്ന് അദ്ദേഹം ഹാജരായിരുന്നില്ല, കോടതിയിൽ പോവുകയായിരുന്നു. അതുപോലെ തന്നെയായിരിക്കും ഇനിയും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് കൂടി നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ EDക്ക് വിശദീകരണം നൽകാൻ സാധ്യത തീരെ കുറവാണ്. കോടതിയിൽ പോയി നിയമപരമായി നോട്ടീസിനെ നേരിടുക എന്നത് തന്നെയായിരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിലിപ്പോൾ നേരത്തെ ഈ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് പണം ചിലവാക്കി എന്നായിരുന്നു രാവിലെ ED വൃത്തങ്ങളിൽ ചില വാർത്തകളൊക്കെ വന്നിരുന്നത്. പക്ഷെ അതിൽ ED തന്നെ ഒരു വ്യക്തത ഇപ്പോൾ വരുത്തി. ED ഔദ്യോഗികമായി തന്നെ ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇതിൽ ഈ മസാല ബോണ്ട് വഴി 2019 മസാല ബോണ്ട് വഴി 9.72 പലിശയിൽ 2672.8 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചിരുന്നത്. അത് കൃത്യമായ ഒരു കണക്ക് തന്നെ ED പുറത്തുവിടുന്നുണ്ട്. അതിൽ 466.91 കോടി രൂപയ്ക്ക് കിഫ്ബിയുടെ പേരിൽ ഭൂമി വാങ്ങിയതാണ് ഇത്തരത്തിൽ ഈ ഒരു ഫെമ നിയമലംഘനം അല്ലെങ്കിൽ ഫെമ ചട്ടങ്ങളുടെ ലംഘനം അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ഇത്രയും തുകയ്ക്ക് വാങ്ങിയ ഭൂമി, അത് ഈ പണം ഉപയോഗിച്ച് ഈ സമാഹരിച്ച പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങാൻ പറ്റില്ല എന്നാണ് ED പറയുന്നത്. അത് ഫെമ ചട്ടങ്ങളുടെ കടുത്ത ലംഘനമാണെന്നാണ് പറയുന്നത്. അതിന് പ്രകാരമാണ് ഇപ്പോൾ ED ഇത്തരത്തിൽ കേസ് അന്വേഷിക്കുകയും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പിലാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ 4 പേർക്കാണ് നോട്ടീസ് അയച്ചുള്ളത്. കിഫ്ബി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രിക്ക്, വൈസ് ചെയർമാനായിരുന്ന അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും ഒപ്പം കിഫ്ബിയുടെ CEO ആയ KM അബ്ദുൽ റഹ്മാൻ, ഈ 4 പേർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇവരാണ് ഇത്തരത്തിലൊരു വിശദീകരണം. ഇവർ അഭിഭാഷകർ മുഖേന നേരിട്ടെത്തിയില്ലെങ്കിലും അഭിഭാഷകർ മുഖേന വിശദീകരണം നൽകിയാലും മതി.